ഇത് എഴുതിയിട്ടും തനിക്ക് രക്ഷ തന്നില്ലല്ലോ എന്നുള്ള ആ കരച്ചിലോടുകൂടി ഭഗവാനെ കൂക്കി വിളിച്ചപ്പോൾ ദാ ഇരിക്കുന്ന അവിടെ പാതാളയേശൻ ആ വിഗ്രഹത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം എന്താണ്? അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലി ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. ആ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഉണ്ണിക്കിശോരൻ്റെ രൂപത്തിലായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ നിറഞ്ഞു നിൽക്കുന്ന തുരുണ്ട് കിടക്കുന്ന തലമുടിയിൽ പീലി ചേർത്ത് അഞ്ജനം കൊണ്ട് മനോഹരമായി കണ്ണെഴുതിയിരിക്കുന്നു. നല്ല പൊട്ട് തൊട്ട് ചെഞ്ചുണ്ടുകളിൽ കൂടി പുഞ്ചിരി വിതറിക്കൊണ്ട് തൻ്റെ ഭക്തനെ നോക്കി ചിരിക്കുക. ഓടക്കുള്ളിൽ വെച്ച് പട്ടുകോണം കൊടുത്തു. അതാ പ്രത്യക്ഷപ്പെട്ടു ഭട്ടതിരിപ്പാട്. അങ്ങനെ ആനന്ദ സമുദ്രത്തിൽ ആറാടി അദ്ദേഹം. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സൂക്കടൊക്കെ പോയി. പാതാളയേശൻ്റെ അനുഗ്രഹം വാദം തീർത്തും നശിപ്പിച്ചു. ഇതേമാതിരി നമുക്കും ഈ പാതാളയേശൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നത് 1 മാസമായിട്ട് തല പുകച്ചലായിരുന്നു എനിക്കും. തലയിൽ എന്തോ കേടുണ്ട്. അവൻ്റെ എക്സ്റേ അല്ല സ്കാൻ ചെയ്തു. ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എന്തോ ഉണ്ട് സംശയമെന്ന് പറഞ്ഞു ഡോക്ടറെ. എന്നിട്ട് ഞാൻ ഭഗവാനെ വിളിച്ചു. എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ നീയെ, പിന്നെ എങ്ങനെ എനിക്ക് സൂക്കേട് വരാൻ പാടുമോ? ഇത്രയും ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ആ സൂക്കേട് നശിക്കണം. പിന്നെ നോക്കിയപ്പോഴാണ് യാതൊരു വസ്തുവില്ല എന്ന് കണ്ടു. അപ്പോൾ എനിക്കുള്ള അനുഭവം തന്നെയാണല്ലോ ഭട്ടതിരിപ്പാടിനുണ്ടായത്. അത് സത്യമാണ്. ഒന്നുമില്ല സൂക്കേട്. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ, ഭക്തനെ പേടിപ്പിക്കുന്നത് ഭഗവാന് വലിയ ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുക. എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ പറഞ്ഞ് നമ്മൾ കരയുമ്പോൾ ചിരിച്ചും കൊണ്ടിരിക്കും ഭഗവാൻ. മനുഷ്യനല്ലേ, മനുഷ്യന് പരിഹസിക്കുകയുള്ളൂ. ഗുരുവായൂരപ്പൻ ചിരിച്ച് ഒടുവിൽ കളി കാര്യമാവുമെന്ന് കണ്ടപ്പോൾ ആ സൂക്കേട് എങ്ങോട്ടോ പോയി. അതുകൊണ്ട് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. 1 മാസം ഞാൻ കഷ്ടപ്പെട്ടു. വയസ്സ് 78 ആയി. ഈ കഷ്ടപ്പാട് എനിക്കിപ്പോൾ തോന്നുക ഭട്ടതിരിപ്പാടും ഞാനൊക്കെ ഒന്നന്നെയല്ലേ അല്ലേ? ദുഃഖം വരുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ വിളിക്കാൻ കഴിയും. കൂക്കി വിളിച്ചാൽ രക്ഷപ്പെടുത്തും എന്നുള്ള ഞാൻ സാക്ഷിയാണ്. ദൃക്സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണു. എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഞാൻ അത്ഭുതമായിട്ട് കേടുകളൊക്കെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും കഴിയണ ഒരു കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും എന്തു വേണം? ഈ ഭട്ടതിരിപ്പാടിനെ പോലെ ഭക്തിയുള്ളവരായി തീരാൻ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ സൂക്കടൊക്കെ മാറി അദ്ദേഹം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ കഥ സന്താനഗോപാലം പറയാൻ പോവുകയാണ്. ഭൂയോദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനപിത്വം കോവാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വവോടാപ്യശോടാഹ. അല്ലയോ ഗുരുവായൂരപ്പ, സന്താനഗോപാലാണ്. നല്ലതാണ്. മക്കൾക്കൊക്കെ നന്മ കിട്ടാനും മക്കളുടെ ദുഃഖങ്ങളും ദുരിതങ്ങൾ തീർക്കാനുള്ളതാണ് സന്താനഗോപാലം. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ തിരുനടയിൽ വെച്ച് ഞാൻ പറയുകയാണ്. എന്താണ്? ദ്വാരകാവാസിയായിട്ട് ഇരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ഠവാസം വെടിഞ്ഞു ഭഗവാൻ. ലക്ഷ്മീപതി അല്ല. ഇപ്പോൾ ദ്വാരകയിൽ 16,008 ഭാര്യമാരോടും കൂടി ഭഗവാൻ മക്കളും മക്കളുടെ മക്കളുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വാണരുളുന്ന കാലത്ത് ഭഗവാന്റെ കൊട്ടാരത്തിൽ അടുത്ത പ്രദേശത്ത് എന്തുണ്ടായി? ഒരു ബ്രാഹ്മണ യുവാവിനൊരു കുട്ടി ജനിച്ചു. കുട്ടി അങ്ങനെ മരിച്ചു. ആ ബാലശരീരം എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ ദ്വാരകാപുരിയുടെ ആ വാതുക്കൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ദയാശീലനാണ് ഭഗവാൻ, കൃപാസിന്ധുവാണ്, കരുണാസാഗരനാണ്. നമുക്കൊക്കെ അറിയാമല്ലേ? ഇതാ അപ്പോൾ വന്ന സംഭവമൊക്കെ ഭഗവാൻ രക്ഷിച്ചു അല്ലേ? വലിയൊരു മിറാക്കൾ പോലെ അപ്പം ഞാൻ രക്ഷപ്പെട്ടത്. ഭഗവാന്റെ ഒരു അത്ഭുതം ഉണ്ട്. കിട്ടും. അത് പാഞ്ചാലിക്കോ കുരൂരമ്മയ്ക്കോ മൂന്നാനത്തിനോ അല്ല. ഈ കലിയുഗത്തിലെ നമുക്കൊക്കെ ദൈവം അങ്ങോട്ട് തരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ബാലശരീരം എടുത്തിട്ട് യാതൊരാളും ഒരക്ഷരം മുണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നു ബ്രാഹ്മണന്. ഈ ഭഗവാനെ ഒരുവിധം പരുഷവചനങ്ങൾ കൊണ്ട് ഭഗവാനെ ശകാരിച്ചു. എന്താ ശകാരിച്ചത്? എപ്പോഴും വിഷയാനന്ദ ചിത്തനായി നിർലജ്ജനായി വിപ്രവിദ്വേഷവും ചെയ്ത് മോപിയായി മേവും ഷഡനിപൻ തന്നെ ലോപാതി പാപകർമ്മങ്ങൾ നിമിത്തമായി മത്സുതനിന്ന് മരിച്ചിതു നിർണയം നിന്നുടെ കാരണമല്ലയോ ജഗൽപദേ. ഭഗവാന്റെ കാരണം കൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത്. എന്താ കാരണം? ഈ കുടുംബാസക്തനായി ഭഗവാനെ പറയണത്
അല്ലേ? ഭഗവാനുണ്ടോ? കുടുംബം, ഭാര്യമാർ, മക്കൾ, അല്ലേ? നിസ്സംഗനായിരിക്കുന്ന ആ ഭഗവാനെ ഈ ഓരോ അവസരത്തിൽ ഭഗവാൻ ഇങ്ങനെ മക്കളും പേരക്കുട്ടികളും ഉണ്ടെന്ന് അഭിനയിക്കുകയാണ്. നിസ്സംഗനാണ്, അദ്ദേഹത്തിന് ആരുമില്ല, ഒറ്റയാണ് അദ്ദേഹം. കാരണജലത്തിൽ ഏകനായി നിവസിക്കുന്നവനാണ്. അപ്പോൾ അല്ലയോ ഭഗവാനെ, നീ കുടുംബാസക്തനായി ശ്രീജിതനായി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു, നീ ഒന്നും കേട്ടില്ല, ഇവിടുത്തെ ദുർഭരണം കൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത് എന്നിങ്ങനെ നിർലജ്ജനായ അദ്ദേഹം കുറേ ലഹള കൂടി. അത് കേട്ടിട്ടൊന്നും ഭഗവാൻ പിന്നെയും മുണ്ടിയില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ എടുത്തിട്ട് എന്ത് ചെയ്തു? തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. അങ്ങനെ കാലം കൂടാതെ പിന്നെയും ഒരു കുട്ടി ഗർഭം ധരിച്ചു, ബ്രാഹ്മണ യുവതി. അതോടുകൂടി ആ കുട്ടിയും ജനിച്ച മതിരിക്ക് തന്നെ മരിച്ചു. ആ കുട്ടിയെയും എടുത്തും കൊണ്ട് ആ ദ്വാരക പടിക്കൽ വെച്ചു. പൊട്ടിക്കരയാൻ തുടങ്ങി. ഭഗവാനുണ്ടോ പ്രയാസം? അല്ലേ? ഒരു ശിശുവിനെ രക്ഷിക്കാൻ ഭഗവാന് പ്രയാസമുണ്ടോ? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ആ തമ്പുരാന് നമ്മളെ രക്ഷിക്കാൻ എന്താണ് ആ പ്രയാസം? പക്ഷേ എന്തോ ഒരു കാരണമുണ്ട് ഭഗവാൻ അത് ചെയ്യാൻ. അത് പിന്നെ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം ഒരു അക്ഷരം മുണ്ടിയില്ല. വിധിവിഹിതമാണ്, അല്ലേ? ബ്രഹ്മവിധിയാണ്. ഈ സ്ഥിരലിഖിതം ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാണ് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാറ്റാൻ കഴിയും. ആർക്ക്? അത്യന്ത സുന്ദരനും കമനീയാങ്കനും സർവ്വലോകത്തിൻ്റെ അധിപനായ ഗുരുവായൂരപ്പന് ഒരു ജീവനെ കൊടുക്കാൻ ഒരു പ്രയാസമില്ല. മാർക്കണ്ഡേയൻ ഒരു കഥയാണ്, അല്ലേ? മാർക്കണ്ഡേയൻ്റെ കഥ. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആ ഭക്ഷണം, ഒടുക്കത്തെ ഭക്ഷണം അമ്മ കൊടുക്കുക, മുനിപത്നി. ആ കൊടുക്കണ സമയത്ത് ആ കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഇങ്ങനെ ഒഴുകി കുട്ടിയുടെ ഇലയിലാണ് വീണത്. നോക്കിയപ്പോൾ പറഞ്ഞു, അമ്മ മോനെ, നിൻ്റെ ഒടുക്കത്തെ പിറന്നാളാണ്, മരണം നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആ കുട്ടി ഓടിയത് എവിടേക്കാണ്? പരമശിവനെ കാണാൻ വേണ്ടിയിട്ട് ഓടുക. ശിവശിവ ശംഭോ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് അവിടെ ഒരു ആൽവൃക്ഷം അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അത് തടസ്സമായി നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ പൊട്ടിക്കരച്ചിൽ കൊണ്ട് വൃക്ഷം ഇപ്പോൾ കാണാം, അല്ലേ? തൃപ്പങ്ങോട്ടപ്പൻ അവിടെയാണ് ആ വൃക്ഷം. അങ്ങോട്ട് ആലിപ്പോഴും ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് വഴി മാറിക്കൊടുത്തു ആ കുട്ടിക്ക് ഭക്തി കൊണ്ട്. എന്നിട്ട് ആ കുട്ടി അടുത്തുള്ള ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കുട്ടിയുടെ കൂക്കി വിളി ഭഗവാനെ എണീക്കേണ്ടി വന്നു. അങ്ങനെ പരമശിവൻ ആ കാലാന്തകനായി തീർന്നു. അപ്പോൾ വിധിയെ ലംഘിക്കാൻ ഭഗവാന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? കൂക്കി വിളിക്കൂ. കൂക്കി വിളിയിൽ ഭഗവാൻ രക്ഷിക്കും. ആയുസ് ധാരാളം തരും. ചിരഞ്ജീവി ആക്കില്ല. നമ്മൾ ചിരഞ്ജീവിയായാൽ ബുദ്ധിമുട്ടാവും, അല്ലേ? എത്രയെങ്കിലും ആയുസ് കിട്ടിയോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ദീർഘായുസ് നമുക്ക് തരും. ആ ആയുസ്സിനുള്ളിൽ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാണ്ടാവും. ഭഗവത് കഥകൾ, ഭഗവാനെ പറ്റി പറയൽ, ഭഗവാന്റെ ഗുണസമൂഹങ്ങൾ, ഇതൊക്കെ അതേറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെയാണ് വിളിക്കുക? എങ്ങനെ കിട്ടും ഭഗവാന്റെ ഭക്തി? അതാണ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഗുണസമൂഹങ്ങളെ പുകഴ്ത്തി പാടൂ. ഏതു നേരം ഭഗവാനെ കൂക്കി വിളിക്കും. അത് കുറവ് വേണ്ട. ആപൽ ബാന്ധവനായ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള ദൃഢമായ വിശ്വാസത്തു വഴി ഗുണപാഠങ്ങളെ കേൾക്കുക, ലീലകളെ, ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി പുകഴ്ത്തിപ്പാടുക. അതേമാതിരി തിരുനാമങ്ങൾ എപ്പോഴും ഇങ്ങനെ ജപിച്ചും കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭക്തി തന്നെ വരും. ഭക്തി, അല്ലേ? ഭഗവാന്റെ അവതാരങ്ങൾ പറയുമ്പോഴേക്കും കണ്ണിന്ന് കുടുകുടങ്ങനെ വീഴണം. ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കാട്ടാൻ എന്തെല്ലാം വികൃതികൾ ഭഗവാൻ കാണിച്ചു. ദശാവതാരം തന്നെ ഒരു ഉദാഹരണം. അതിലെത്ര അവതാരം പിന്നെ എടുത്തു. മത്സ്യമായി വന്നു, കൂർമ്മമായി വന്നു, വരാഹമായി വന്നു, നരസിംഹനായി വന്നു. ഇതിൽ എന്തിനാണ് ഈ തമ്പുരാനിൻ്റെ ഒക്കെ ആവശ്യം? ഭക്തരക്ഷണത്തിന് വേണ്ടി. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഭഗവാനെ ഇരുന്നാൽ മാത്രം പോരാ, മനസ്സിലാക്കും വേണം. അങ്ങനെ വരുന്ന ഭക്തി ഭഗവാനിലേക്ക് എത്തിച്ചേർന്നാൽ തീർച്ചയായും ഭഗവാൻ നമ്മളെ കാണാതിരിക്കില്ല. അതുകൊണ്ടാണ് പക്ഷേ കലിയുഗത്തിൽ ഭക്തി ഇല്ല. പല ജാതി മാധ്യമങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ച് പ്രലോഭിപ്പിക്കുമ്പോൾ, കമ്പ്യൂട്ടർ, മറ്റേ ജാതി എന്തെല്ലാം ഉണ്ടല്ലോ, TV, വേറെ വല്ല സുഖ സൗകര്യങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കലിയുഗത്തിൽ ഭഗവാനെ തിരിഞ്ഞു നോക്കാൻ കൂടി നമുക്ക് സമയമില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട, പേടിക്കേണ്ട. എന്താ കാരണം? ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഭഗവാനെ ഇരുത്തി നാമം ചൊല്ലാനൊന്നും കഴിയില്ല, പ്രതിഷ്ഠിക്കാനും കഴിയില്ല. ആ ഭഗവാന്റെ തിരുനാമം ഈ നാവ് കൊണ്ട് ചെല്ലിയാൽ മതി എന്നാണ് പറയണത്. അങ്ങനെ 8 കുട്ടികൾ ജനിച്ചു, അവരൊക്കെ മരിക്കും ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രദ്ധിച്ചതേയില്ല. എന്തോ കാരണമുണ്ട്. എത്രയും കുട്ടികൾ മരിച്ചിട്ടും ഭഗവാന്റെ കാവിൽ പുരയിൽ വെച്ച് കൊടുത്തു. ഭഗവാൻ ശ്രദ്ധിച്ചില്ല. എന്തായിരിക്കും കാരണം എന്നാണത് ഭഗവാൻ പറയണത്. അപ്പോൾ കാരണം എന്താണ്? അങ്ങ് ജിഷ്ണോഗർവം ആരുടെയാണ്? പാർത്ഥൻ, അർജുനൻ്റെ
അഹംഭാവത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു നാടകം രചിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് അർജുനൻ അല്ലേ. നരനാരായണന്മാരെന്ന് അവരെ പേര് തന്നെയാണ്. അർജുനൻ്റെ ഒരു അഹംഭാവമുണ്ട്. ഞാൻ എന്നൊരു ഭാവം, നമുക്കുണ്ട് അഹംഭാവം അല്ലേ. കുറച്ച് പണം, പ്രതാപം, യശസ്സും കീർത്തിയൊക്കെ വന്നാൽ നമ്മളും കയ്യും വീശി ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്ക് ദൈവമൊന്നും വേണ്ട. ഇങ്ങനെ അർജുനൻ്റെ അഹംഭാവത്തെ തീർക്കാനും ജിഷ്ണോ ഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമതമ പദപ്രേക്ഷണേ നേതി മന്യേ. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാ, അല്ലയോ സച്ചിദാനന്ദ സ്വരൂപമേ, എനിക്ക് തോന്നുന്നത്. ഭട്ടതിരിപ്പാടിന് എന്തും പറയാല്ലേ, ഭക്തന്മാർക്ക് എന്തും പറയാം, അത് സത്യമാണ്. ഭട്ടതിരിപ്പാട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ കണ്ണ, അദ്ദേഹം അർജുനൻ്റെ അഹംഭാവത്തെ തീർക്കാനായിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ 8 കുട്ടികൾ മരിച്ചു, രക്ഷപ്പെടുത്തിക്കൂടെ? അർജുനനെ ഇവിടെ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ്റെ ആ അഹംഭാവത്തെ തട്ടിക്കളയാൻ. അല്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് ആർക്കും എത്താൻ കഴിയില്ല. അഹംഭാവ ലേശമന്യേ ആരാണോ ഭക്തനായിരിക്കുന്നത് അവനെ ഭഗവാൻ തൻ്റെ തിരുമടിയിൽ പിടിച്ചിരുത്തും എന്നാണ് പറയണത്. അഹംഭാവം അതാണ്. അർജുനൻ ആരാ? ഞാൻ വില്ലാളി വീരനാണ്, ഞാൻ പാശുപതാസ്ത്രം കിട്ടിയവനാണ്, പരമേശ്വരൻ്റെ പ്രിയപ്പെട്ടവനാണ്. അതുമല്ല പിന്നെന്താണത്? ദേവേന്ദ്രസുതൻ, സ്വർഗരാജാവായ ദേവേന്ദ്രൻ്റെ മകൻ. ഇങ്ങനെയൊക്കെ ഒരു അഹംഭാവമുണ്ട്. നമുക്കുണ്ട് ഈ അഹംഭാവം. ആ അഹംഭാവം വിടാതെ നമുക്കൊരിക്കലും നാമം ചെല്ലാൻ കഴിയില്ല. ഭഗവാന്റെ നാമം ചെല്ലണമെങ്കിൽ തന്നെ ഈ അഹംഭാവം ഭേദിച്ച് പോകണം, ഖണ്ഡിച്ച് കളയണം ഈ അഹംഭാവത്തെ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു നാരായണ നാരായണ ജപിച്ചിങ്ങനെ പോവുകയല്ലാതെ അതിൻ്റെ ഒരു ഗുണങ്ങളും നമുക്ക് ദൈവം തരില്ല. ഈ അർജുനനെ പാഠം പഠിപ്പിക്കാനായിരിക്കും ഈ ഭഗവാൻ ഇങ്ങനെ ചെയ്യണത്. അതുമല്ല, ഈ അർജുനന് താൻ ആരാണ് എന്നുള്ള ചിന്തയുണ്ടോ? ആരാ? ഒരു സാധാരണ മനുഷ്യൻ. ഭഗവാനെ എപ്പോഴും കളിച്ചും ചിരിച്ചും ഭഗവാന്റെ ഒപ്പം ഊണ് കഴിക്കും, അവിടുന്ന് കല്ലെറിയും വികൃതി കാണിക്കും, ഒരേ മെത്തയിൽ കടന്ന് ഉറങ്ങിക്കളിച്ച പാർത്ഥസാരഥിയാണ് ഈ കൃഷ്ണൻ അല്ലേ. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എപ്പോഴും കളിച്ചു കിടക്കണം. ആ അർജുനന് താൻ ദൈവമാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം, മനുഷ്യനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അതുമല്ല, വൈകുണ്ഠനാഥനായിരിക്കുന്ന വിഷ്ണുവിനെ ഒന്ന് ദർശിക്കാനും കൂടിയാണ്. അർജുനൻ്റെ ഭാഗ്യത്തിന് വേണ്ടി താൻ തന്നെയാണ് വിഷ്ണു എന്ന് കാണിക്കാനും ആയിരിക്കാം. ഗുരുവായൂരപ്പ, നീ ഇങ്ങനെയൊക്കെ ലീലകളാണുള്ളത്. മായാമയനുടെ ലീല അത് മാനവൻ അറിയുന്നുണ്ടോ? ജഗമൊരു നാടകശാല ഇതിലാടാതാർക്കും മേല മേല മായാമയനുടെ ലീല. ഭഗവാന്റെ ലീലകൾ ആർക്കറിയാം? ഭക്തന്മാരായിരിക്കുന്ന കുരൂരമയ്ക്കും പൂന്താനത്തിനും പട്ടതിരിപ്പാടിനും വില്വമംഗലത്തിനും മനസ്സിലായിട്ടില്ല ആരാണ് യഥാർത്ഥത്തിൽ ഈ ഗുരുവായൂരപ്പെന്ന്. അങ്ങനെ ഇരിക്കെ നമുക്കൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാണ് ഭഗവാനെ അല്ലേ? അത്രയും ഭക്തന്മാർക്ക് പോലും ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ്ടായത്? അങ്ങനെ മരിച്ചിട്ട് ആ അർജുനനാണ് 9ാമതും ഗർഭം ധരിച്ചു. 9ാമത്തെ കുട്ടി എന്തായി? ഇതേമാതിരി ബ്രാഹ്മണൻ്റെ മകൻ മരിച്ചു. ആ ശവശരീരത്തെ എടുത്ത് ഭഗവാന്റെ ദ്വാരകയുടെ വാതിൽക്കൽ വെച്ചു. നെഞ്ഞത്തടിച്ച് കരയാൻ തുടങ്ങി. അതൊന്നും ഭഗവാൻ കേൾക്കണില്ല. ഇതന്നെയാണ് ഒരു നാടകത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഭഗവാൻ ചെയ്യണത്. അദ്ദേഹം പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അപ്പോഴാണ് അർജുനൻ കൃഷ്ണനോടുള്ള പ്രേമാധിക്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സുന്ദരമുഖം ഒന്ന് കാണാൻ അല്ലേ. ആ തേജോരൂപിയാണ് ഭഗവാൻ. 6 അടിയിലധികം നീളമുണ്ട്. നല്ല ആജാനുബാഹുവായ ആ താമരക്കണ്ണനെ കണ്ടും കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഊണും വേണ്ട ഉറക്കും വേണ്ട. നമുക്കും അതെ, കഥകൾ പറഞ്ഞാൽ ഊണും വേണ്ട ഉറക്കും വേണ്ട. അതെ, ഭക്തിയുള്ളവനെ ഇതൊക്കെ ഉള്ളു കിട്ടും. അല്ലാത്തവൻ എന്താണത് കേൾക്കാനും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ കൃഷ്ണ കഥ പറയുമ്പോൾ തന്നെ നമുക്കങ്ങനെ ആവേശം ഉണ്ടാവണം. ആ തമ്പുരാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ആവേശം ഉള്ളത്, ആർക്കൊക്കെയാണ് എന്നെ ഇഷ്ടം ഒക്കെ അറിയാലോ ഭഗവാന്. നമുക്കറിയില്ല അല്ലേ. അങ്ങനെയുള്ള ആ ഭഗവാൻ അവിടെ വന്ന് താമസിക്കുകയാണ് അർജുനൻ. എന്തിനു വേണ്ടിയിട്ടാണ് അർജുനനെ വിളിച്ചത്? അർജുനൻ്റെ ആ അഹംഭാവം കളയാനാണ് ഇപ്പോൾ ഈ കുട്ടികളെയൊക്കെ ഭഗവാൻ കൊന്ന മാതിരി കാണിക്കണത്. അർജുനൻ വേഗം നീച്ചു. 9ാമത്തെ കുട്ടിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബാലശരീരെടുത്ത അദ്ദേഹം കരയുമ്പോൾ കൃപാലുവാണ് അർജുനൻ. ദയാലുവാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തനുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചു. ദുഃഖം തോന്നി. ഈ 9 കുട്ടികളും മരിച്ചിട്ടും കരുണാമയൻ അത്ര അക്രൂരനല്ല, ക്രൂരനാണ് ഇദ്ദേഹം. ഇങ്ങനെ ക്രൂരനായ ഈ കൃഷ്ണന് ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിയില്ലേ? ഒന്നും പേടിക്കണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചു. അഹംഭാവം അവിടെ തല പൊന്തിച്ചു. നമുക്കൊക്കെ ഉള്ള അഹംഭാവമാണ്. അഹംഭാവം തല പൊന്തിച്ച് പറഞ്ഞു, അങ്ങോട്ട് ആരുമില്ലേ ഇവിടെ ഈ വിപ്രനെ രക്ഷിക്കാൻ?
9ാമത്തെ കുട്ടി മരിച്ചിട്ടതാ സാധു കരഞ്ഞുകൊണ്ടിരിക്കണു. നിങ്ങളൊക്കെ ബ്രാഹ്മണനെ പോലെ ഇരിക്കുകയാണോ? രാജാക്കന്മാരാണ്, യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എന്തു പറഞ്ഞു? വിപ്രോത്തമാ ഭവാനെന്നും സുതനിഹ ഉത്ഭവിച്ചിടിൽ ഗാണ്ഡീവതൻവാവിഹ രക്ഷിച്ചു നൽകുവൻ ഇല്ലൊരു സംശയം രക്ഷണീയനഹം സത്യമറിക നീ. തൽപുത്ര രക്ഷണം ചെയ്തു ഞാൻ നൽകിയിടായിൽ അപ്പോഴേ വന്നിയിൽ വില്ലുമായി ചാടുവൻ. ഒരു പ്രതിജ്ഞ എടുത്തു അർജുനൻ. അപ്പോഴും എടുക്കുമ്പോൾ സൂക്ഷിക്കണം പ്രതിജ്ഞ അല്ലേ? ഈശ്വരനെ മറന്നിട്ട് ഒന്നും നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഒക്കെ ഈശ്വരോചിതമായിട്ട് നടക്കണം കർമ്മങ്ങളൊക്കെ. നമ്മളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അർജുനൻ പ്രതിജ്ഞ ചെയ്തു, ഭീഷ്മ പ്രതിജ്ഞ പോലെ. അല്ലോ വിപ്രോത്തമ, പേടിക്കണ്ട. അങ്ങ് എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ആരാണ്? ഗാണ്ഡീവധാരിയാണ്. പരമേശ്വരനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് പാശുപതാസ്ത്രം കിട്ടിയവനാണ്. പിന്നെ കൃഷ്ണൻ്റെ സഖിയാണ് ഞാൻ, ഈ ഇരിക്കുന്ന കൃഷ്ണൻ്റെ അല്ലേ, ദേവേന്ദ്രൻ്റെ സുതനുമാണ്. ഇന്ന് ഞാൻ നിനക്ക് 10ാമത്തെ കുട്ടിയെ ഞാൻ നിനക്ക് തരും. തന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ തീയിൽ ചാടി മരിച്ചോളാന്നാണ്. ഓ, വല്ലാത്തൊരു പ്രതിജ്ഞയാണ് എടുത്തത്. ആ പ്രതിജ്ഞ എടുത്തപ്പോൾ ബ്രാഹ്മണന് ചിരിയാ വന്നത്. ബ്രാഹ്മണൻ പരിഹസിച്ച് പറഞ്ഞു, കഷ്ടം കഷ്ടം, ശ്രീരാമൻ ഇവിടെയുണ്ട്, ഗുരുവായൂരപ്പൻ ഇവിടെയുണ്ട്, ബലരാമൻ ഇവിടെയുണ്ട്, പ്രദ്യുമ്നൻ ഇവിടെയുണ്ട്, പിന്നെ വലിയ വലിയ യാദവന്മാരും ഇവിടെ ഇരിക്കുന്നു. അവർക്കൊന്നും കഴിയാത്ത ഈ ജീവൻ കൊടുക്കണ ശക്തി എടോ അവിവേകിയായ യുവാവേ, നിനക്ക് എവിടുന്ന് കിട്ടാനാ പോണത്? നിൻ്റെ ചെറുപ്പം കൊണ്ടാണ് നീ വിഡ്ഢിത്തരങ്ങളൊക്കെ പറയണത്. അതുകൊണ്ട് നീ പറഞ്ഞ് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടായി? കുറവ് തോന്നി, താൻ പറഞ്ഞത് ശരിയല്ലേന്ന്. അതുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, നീ അങ്ങ് പറഞ്ഞതൊക്കെ തെറ്റാണ്, ഞാൻ വലിയവൻ തന്നെയാണ്. പറയാണ്, വിപ്രാമതിമതി മാനസാ സംശയം